പുതിയ നിയമത്തിലെ അതിപ്രധാനമായ ഒരു സന്ദേശത്തിലേക്കാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ അറിവിൽ റോമാലേഖനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. രണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കുക പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ആ ക്രൂശീകരണത്തിൽ കൂടെ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് എഴുതിയിരിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായം അതിശക്തമായ ഒരു ചാപ്റ്ററാണ്. റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എൻ്റെ ചുറ്റുപാടുമുള്ള ഞാൻ കാണുന്ന അധികം ആളുകളും കണ്ടംനേഷൻ, ശിക്ഷാവിധിയുടെ അങ്ങനെ ഒരു ബോധത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരു ആത്മീക സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ല. കുറ്റബോധത്തിനകത്തും നാണംകേടിനകത്തുമാണ് പലരും ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം ക്രൂശിൽ എന്താണ് യേശു അവർക്ക് വേണ്ടി ചെയ്തത് എന്ന് അവരിൽ പലർക്കും മനസ്സിലായിട്ടില്ല. ശ്രദ്ധിച്ചേ, റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം അധ്യായം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ, now therefore, ഇപ്പോൾ, ഭാവിയിലല്ല, ഇപ്പോൾ. നിങ്ങൾക്ക് ഇന്ന് വരെ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവേശുവിലായ കാരണത്താൽ നിങ്ങൾക്ക് യാതൊരുവിധ ശിക്ഷാവിധികളുമില്ല. നിങ്ങളുടെ ശിക്ഷാവിധികൾ മുഴുവൻ ക്രൂശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായിട്ടും പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. നിങ്ങൾ മരണവിധിക്ക് യോഗ്യരാക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ പാപത്തിനുള്ള ശിക്ഷ തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഏറ്റെടുത്തിരിക്കുന്ന കാരണത്താലും നിങ്ങൾ ക്രിസ്തുവേശുവിലുള്ള കാരണത്താലും നിങ്ങൾക്ക് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള ശിക്ഷാവിധികളുമില്ല. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധപ്പുരയിലെ ആയുധമാണ് കുറ്റം പറയുക എന്നുള്ളത്, ന്യായം വിധിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരുന്നത്. പ്രിയ സുഹൃത്തെ, ദൈവ പൈതലെ, യേശു കർത്താവ് ഒരിക്കലും നിന്റെ കുറ്റം പറയത്തില്ല എന്ന് നിങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചറിയണം. നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ സാധ്യമായ നിങ്ങളുടെ പഴയകാല ജീവിതം, ആമേൻ, നോട്ട് ബൈ യുവർ പാസ്റ്റ്, നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ക്രിസ്തുവിലാണെങ്കിൽ കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തൽ ഏൽക്കുവാനും ദൈവം അനുവദിക്കത്തില്ല. ഏറ്റവും അവസാനമായി, ദൈവവും നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത് നിങ്ങൾക്ക് നൽകി തരുന്ന ഒരു അസാധാരണമായ സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ഞാൻ നീതിമാനാണ്, ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ അകത്തുണ്ടായാൽ നിങ്ങളുടെ ജീവിത ശൈലികൾക്ക് കാതലായ വ്യത്യാസമുണ്ടാകും. ഞാനും അങ്ങനെ നാണക്കേടിലും ഗിൽറ്റിലും ഒക്കെ ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ റോമാലേഖനം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പഴയ കാല ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളും കാൽവറി ക്രൂശിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നത് കുറ്റബോധത്തിനകത്തല്ല, മറിച്ച് ഞാൻ ജീവിക്കുന്നത് നീതിബോധത്തിന്റെ അകത്താണ്. ഞാൻ നീതിമാനാണ് എന്ന ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. റോമാലേഖനം പറയുന്നത് മനുഷ്യൻ പാപികളാണ്. നിങ്ങൾ പാപിയായത് നിങ്ങൾ പാപം ചെയ്ത കാരണത്താലല്ല. നിങ്ങളെ ലോകം പാപി എന്ന് വിളിച്ചിരിക്കുന്നത് 1-ാം ആദമായിരിക്കുന്ന ആദം തോട്ടത്തിൽ പാപം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ പാപിയായത്. ഇപ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പാപിയാണ്. കാരണം അവർ ക്രിസ്തുവിൽ അല്ലാതിരിക്കുന്ന കാരണത്താലും അവർക്ക് രക്ഷ എന്തെന്ന് അറിയാത്ത കാരണത്താലും ആദം ചെയ്ത പാപത്താൽ അവരും പാപികളായി തീരുന്നു. എന്നാൽ യേശുക്രിസ്തു ചെയ്ത ക്രൂശിയിലെ പൂർത്തീകരണ പ്രവൃത്തികളാൽ നിങ്ങളും നീതിമാന്മാരായി. നിങ്ങൾ നീതിമാന്മാരാകുന്നത് നിങ്ങളുടെ പ്രവൃത്തികളല്ല. 1-ാം ആദമിന്റെ പ്രവൃത്തിയാൽ നിങ്ങൾ പാപിയായെങ്കിൽ ഒടുക്കത്തെ ആദമിന്റെ പ്രവൃത്തിയാൽ നിങ്ങൾ നീതിമാന്മാരായി തീർന്നു. ഇത് രണ്ടിലും നിങ്ങൾക്ക് റോളില്ല. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. നിങ്ങളെ നീതിമാന്മാരാക്കിയതും നിങ്ങൾ നീതിബോധത്തിൽ ജീവിക്കണമെന്നുമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളെ കുറ്റം വിധിക്കുന്ന എല്ലാ കുറ്റവിധികൾക്കകത്തു നിന്നും നിങ്ങൾ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആവർത്തിച്ച് പറയുക, ഇപ്പോൾ. അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. കുറ്റബോധത്തിൽ നിങ്ങൾ ഒരു ദിവസം പോലും ഇനി ജീവിക്കരുത്.
കുറ്റബോധത്തിൽ നിങ്ങൾ 1 മണിക്കൂർ പോലും നിങ്ങൾ ജീവിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ആവർത്തിക്കുക, ഇപ്പോൾ, now therefore, ഇപ്പോൾ നിങ്ങൾ എല്ലാ കുറ്റവും ദൈവം കാൽവരി ക്രൂശിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല, മറിച്ച് നീതിബോധത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ഒരു മകനായിരിക്കുന്ന കാരണത്താൽ നിന്റെ പൊസിഷൻ നീ ചെയ്തു കൂട്ടിയ പാപത്തെക്കാൾ മുകളിലാണ് നിന്റെ പൊസിഷൻ എന്ന് നീ തിരിച്ചറിയണം. അതാണല്ലോ മുടിയനായ പുത്രന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. മുടിയനായ പുത്രന്റെ കഥ പഠിപ്പിക്കുമ്പോൾ അവൻ വേശ്യമാരോടൊപ്പം സമയം ചെലവഴിച്ചവനും അപ്പന്റെ മുതൽ നശിപ്പിച്ചവനും ധൂർത്തുപുത്രനുമായിരുന്നു. പക്ഷേ അവൻ മടങ്ങി വന്നപ്പോൾ അവന്റെ പാപത്തെക്കാൾ വലിയൊരു പൊസിഷൻ ദൈവം അവന് കൊടുത്തു, പിതാവായ ദൈവം അവന് കൊടുത്തെങ്കിൽ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപത്തെക്കാളും വലിയൊരു പൊസിഷനാണ് നീ ഒരു ദൈവ പൈതലായിരിക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം വീണ്ടും വീണ്ടും പാപം ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നീ കുറ്റബോധത്തിന്റെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ട് കൃപയുടെ സ്വസ്ഥത നീ അനുഭവിക്കണമെന്നുള്ളതാണ്. ഗ്രേസ് നിനക്ക് നൽകി തരുന്നൊരു വലിയ റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ കൃപയുടെ സ്വസ്ഥത നീ അനുഭവിക്കുക. നീ ക്രിസ്തുവിൽ ആയിരിക്കുക എന്നുള്ളത് നിന്റെ കർമ്മം കൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ സംഭവിച്ചതല്ല. പിതാവായ ദൈവത്തിന് നിന്നോടുള്ള മഹാകരുണയാണ് നിന്നെ ക്രിസ്തുവിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കുറ്റബോധത്തിന്റെ പിടിയിൽ ജീവിക്കാതെ ദൈവിക നീതിബോധത്തിന്റെ പിടിയിൽ ജീവിക്കുക. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇനി കുറ്റക്കാരല്ല. പാപം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കഥകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. പാപത്തിന്റെ സ്വാധീനങ്ങളും നിങ്ങൾക്കെതിരെ പറഞ്ഞതെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ശിക്ഷയല്ല നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്, ദൈവം നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ധൈര്യത്തോടെ പറയുക, I am free in Christ Jesus Christ. Hallelujah. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ബോധത്തിൽ ജീവിക്കുവാൻ റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പൂർണ്ണമായ വിജയത്തിലേക്ക് നടക്കുവാനുള്ളൊരു ചവിട്ടുപടിയായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുറ്റബോധത്തിലും നാണംകേടിലും ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരു മകനാണെന്നുള്ള ബോധത്തിൽ ജീവിക്കുക. God bless you.